വാർത്തകളിലേക്ക് വീണ്ടും. വികസന മുരടിപ്പും കർഷക പ്രശ്നങ്ങളും ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളും സജീവ ചർച്ചയായി 24 തെരഞ്ഞെടുപ്പ് സംവാദവേദി. ഇവിടെ രാഷ്ട്രീയം പറയാം. പാലക്കാട് മണ്ഡലത്തിലെ കോട്ട മൈതാനത്താണ് ഇന്ന് സംവാദം നടന്നത്. മുന്നണികളുടെ വീറും വാശിയും വ്യക്തമാക്കുന്നതായിരുന്നു പാലക്കാട് കോട്ട മൈതാനത്ത് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് സംവാദം. വി.കെ. ശ്രീകണ്ഠൻ എം.പിയുടെ വികസന കുതിപ്പിനെ പ്രകീർത്തിച്ച യു.ഡി.എഫ് പ്രതിനിധി ഒ.കെ. ഫാറൂഖ് കേന്ദ്ര സംസ്ഥാന സർക്കാർ നടപടികളെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ഭരിക്കുന്ന ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റുതുലയ്ക്കാനുള്ള തീരുമാനമാണ്. പാലക്കാട് കോച്ച് ഫാക്ടറിക്ക് വേണ്ടി 14 തവണ കേന്ദ്രമന്ത്രിയെ കണ്ടു. 2 റെയിൽവേ വകുപ്പ് മന്ത്രിമാരെ ബഹുമാനായ ശ്രീ വി.കെ. ശ്രീകണ്ഠൻ കണ്ടു. അതിനുശേഷം പാർലമെന്റിൽ അവതരിപ്പിച്ചു. അപ്പോൾ പറഞ്ഞത് ഇനി കോച്ച് ഫാക്ടറി നൽകില്ല. കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിക്കുന്നതിനൊപ്പം തന്നെ സിറ്റിംഗ് എം.പിയുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നതായി എൽ.ഡി.എഫ് പ്രതിനിധി നിതിൻ കണിച്ചേരിയുടെ വാദങ്ങൾ. തങ്ങൾക്കെതിരായി നിൽക്കുന്ന ആളുകളെ മുഴുവൻ ജയിലിലടയ്ക്കാൻ ED ഉപയോഗിച്ച് CBI ഉപയോഗിച്ച് ഈ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് പ്രതിപക്ഷത്ത് നിന്നാൽ ED വരും. BJPക്കൊപ്പം പോയാൽ കേസില്ല. അതെങ്ങനെ അങ്ങനെ ഈ രാജ്യത്തിനകത്ത് നടക്കുക? BJPയിൽ പോകില്ല എന്ന് പറയാൻ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് പറ്റുമോ? നിങ്ങളുടെ നേതാക്കളായിരുന്ന അനിൽ ആന്റണിയും വേണുഗോപാലും ഒക്കെ എന്തുകൊണ്ട് BJPയിൽ പോയി എന്ന് നിങ്ങളൊന്ന് വിശദീകരിച്ചാൽ മതി. കേന്ദ്ര സർക്കാർ നേട്ടങ്ങൾ ഇത്തവണ വോട്ടാകുമെന്ന് ഉറച്ച പ്രതീക്ഷയിൽ മോദി ഗ്യാരണ്ടിയിൽ ഉറച്ചു നിന്നായിരുന്നു NDA പ്രതിനിധി EN കൃഷ്ണദാസിന്റെ വാഗ്വാദങ്ങൾ. 80 കോടി ജനങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുന്ന സർക്കാരാണ്. 80 കോടി ജനങ്ങൾക്ക്. ഈ പറയുന്ന ആളുകളെല്ലാം ലോക പട്ടിണി സൂചികയിൽ 121 സ്ഥാനം. സൗജന്യ റേഷൻ വാങ്ങിക്കൂ, നിധി വാങ്ങിക്കൂ, പ്രധാനമന്ത്രി ആവാസ് യോജന വാങ്ങിക്കൂ. കയ്യാങ്കളിയുടെ വക്കോളം എത്തിയെങ്കിലും ചർച്ചയിൽ ഉടനീളം കേട്ടത് കൃത്യമായ രാഷ്ട്രീയം മാത്രം. നാളെ ആലത്തൂർ മണ്ഡലത്തിലെ വടക്കഞ്ചേരി കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്താണ് തെരഞ്ഞെടുപ്പ് ചർച്ച. 24 പാലക്കാട്.